ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10ാം ക്ലാസ്സിൻ്റെ മലയാളം മീഡിയം ബയോളജിയിലെ ആദ്യത്തെ ചാപ്റ്ററാണ്. കണ്ടിന്യൂഷനാണ്. നമുക്ക് തുടങ്ങാം. ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് മെൻഡലിൻ്റെ അനുമാനങ്ങൾ എന്തൊക്കെയാണെന്നാണ്. ഒരു സ്വഭാവത്തെ നിയന്ത്രിക്കുന്നത് 2 ഘടകങ്ങൾ ചേർന്നാണ്. നമുക്ക് ആദ്യം മൊത്തത്തിൽ വായിച്ചു പോകട്ടോ. ഒരു ജോഡി വിപരീത ഗുണങ്ങളെ വർഗ്ഗസങ്കരണത്തിന് വിധേയമാക്കുമ്പോൾ വിധേയമാക്കുമ്പോൾ ഒന്നാം തലമുറയിലെ സന്താനങ്ങളിൽ വിപരീത ഗുണങ്ങളിൽ ഒന്നു മാത്രം പ്രകടമാവുകയും മറ്റേത് മറഞ്ഞിരിക്കുകയും ചെയ്യും. ഒന്നാം തലമുറയിൽ പ്രത്യക്ഷപ്പെട്ട ഗുണത്തെ പ്രകടഗുണം എന്നും ഡോമിനൻ്റ് ട്രൈറ്റ് എന്നും മറഞ്ഞിരിക്കുന്നതിനെ ഗുപ്തഗുണം എന്നും റെസസീവ് ട്രൈറ്റ് എന്നും പറയുന്നു. ഒന്നാം തലമുറയിൽ മറഞ്ഞിരിക്കുന്ന ഗുണങ്ങൾ രണ്ടാം തലമുറയിൽ പ്രകടമാകുന്നുണ്ട്. എന്താണ് നമ്മൾ പറഞ്ഞു വന്നത്? നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഞാനിതൊക്കെ ഒന്ന് മായ്ക്കട്ടെ. ഒന്നാം തലമുറയിൽ നമ്മൾ എന്തൊക്കെയാണ് വരിക? ഒന്നാം തലമുറയിൽ വന്ന കാര്യങ്ങൾ എന്ത് ചെയ്തു? ഒരു ടി വന്നു അല്ലേ? ഇവിടെയും ഒരു ടി വന്നു. അതായത് ഇവിടെ ഒരു മറഞ്ഞിരിക്കുന്ന ഗുണവും കൂടിയുണ്ട്. ആ ഗുണത്തിനെ കുറിച്ചാണ് പറയുന്നത്. അതിനെ ഗുപ്തഗുണം, മറഞ്ഞിരിക്കുന്നതിനെ ഗുപ്തഗുണം എന്നാണ് പറയുന്നത്. പ്രകടിപ്പിക്കുന്ന ക്യാപിറ്റൽ ലെറ്റർ ടീനെ പ്രകടഗുണം എന്നാണ് അറിയപ്പെടുന്നത്. അതായത് ടി എന്നുള്ള ഒരു ജോഡി വിപരീത ഗുണങ്ങളെ, ഇതെന്ന് പറയുന്നത് എന്താണ്? ഉയരം കൂടിയത്, ഇവിടെ ഉയരം കുറഞ്ഞത്. അപ്പോൾ ടി കൊണ്ട് ക്രോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് ഒരു ഉയരം കൂടിയതും കുറഞ്ഞതും കാണിക്കുന്ന ഒരു എന്താ പറയുക, ഒരു ചെടീനെയാണ്, ഒരു പയർ ചെടീനെയാണ്. അതിൽ ഇത് കാണപ്പെടുന്നത് ഉയരം കൂടിയതായിട്ടാണ്. അതിനെ പ്രകടഗുണമെന്നും കാണാത്ത ഉയരം കുറവിനെ ഗുപ്തഗുണം എന്നുമാണ് അറിയപ്പെടുന്നത്. ഒന്നാം തലമുറയിൽ മറഞ്ഞിരിക്കുന്ന ഗുണങ്ങൾ രണ്ടാം തലമുറയിൽ പ്രകടമാകുന്നുണ്ട്. കാരണം എന്താണ്? ഇവിടെ ഉണ്ടാവുന്നത് ഉയരം കുറഞ്ഞ ചെടിയാണ്. അവിടെ എന്താവുന്നുണ്ട്? അത് പ്രകടമാവുന്നുണ്ട്. ലിംഗകോശങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വഭാവത്തെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ കൂട്ടിക്കലരാതെ വേർപിരിയുന്നു. ലിംഗകോശങ്ങൾ, ഗ്യാമേറ്റ്സ് ഉണ്ടാകുന്ന സമയത്ത് എന്താണ്? ഇതാണ് പാരൻറ്റ്, ഇതും പാരൻ്റാണ്. ഈ പാരൻസിൽ നിന്ന് നമ്മൾക്ക് എന്താവുന്നുണ്ട്? ഗ്യാമേറ്റ്സ്, ലിംഗകോശങ്ങൾ ഉണ്ടാകുന്ന സമയത്ത്, ഞാനൊന്നുകൂടി ക്ലിയറായിട്ട് പറഞ്ഞുതരാം. ക്ലിയറായിട്ട് പറയുമ്പോൾ, അതായത് ഇതാണ് പാരൻ്റ്, രക്ഷിതാവ്, ഇത് രക്ഷിതാവ്. ഇതൊരു ആണാണെന്നും ഇതൊരു പെണ്ണാണെന്നും നമുക്ക് അനുമാനിക്കാം. ഇവരുടെ ലിംഗകോശങ്ങളിലേക്ക് പോകുന്ന ലിംഗകോശത്തിൽ കാണുന്നത് ഇതും, ഇതിൽ സ്മോൾ ലെറ്റർ ടിയും ആണ് കാണപ്പെടുക. ഇവർ തമ്മിൽ കൂടി ചേർന്നിട്ടാണ് ഇങ്ങനെയൊരു സ്വഭാവം ഉണ്ടാകുന്നത്. രണ്ടാം തലമുറയിലെ സന്താനങ്ങളിൽ പ്രകട ഗുണമുള്ളവയും ഗുപ്തഗുണമുള്ളവയും തമ്മിലുള്ള അനുപാതം 3:1 3:1. ഇവിടെ എന്താണ് ഉണ്ടായത്? ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ ടി ആണ്. ക്യാപിറ്റൽ ലെറ്റർ ടി, സ്മോൾ ലെറ്റർ ടി. അതായത് ഇവിടെ ഇത് ഉയരം കൂടിയതാണ്, ഇത് ഉയരം കൂടിയതാണ്, ഇതും ഉയരം കൂടിയതാണ്. കാരണം എന്താണ്? ഇവിടെ എല്ലാം ക്യാപിറ്റൽ ലെറ്റർ ടി ഉണ്ട്. ക്യാപിറ്റൽ ലെറ്റർ ടി ഉള്ളതുകൊണ്ട് അവർ ഉയരം കൂടിയതാണ്. ഇവിടെ ഉയരം കുറഞ്ഞതും. ഇത് 1, 2, 3 ഉണ്ട്. ഉയരം കുറഞ്ഞതോ ഒരെണ്ണം. 3:1 എന്നുള്ള രീതിയിലാണ് രണ്ടാം തലമുറയിൽ സന്താനങ്ങൾ ഉണ്ടാകുന്നത്. ഉയരക്കൂടുതലും ഉയരക്കുറവും ചേർന്ന് ഇടത്തരം ഉയരമുള്ള സസ്യം എന്തുകൊണ്ടും ഉണ്ടായില്ല. ഒന്നാം തലമുറയിൽ പ്രകടമാകാത്ത ഗുണം രണ്ടാം തലമുറയിൽ പ്രത്യക്ഷപ്പെട്ടല്ലോ, അതെങ്ങനെയായിരിക്കും? ഇതിനുള്ള ഉത്തരവുമായിട്ടാണ് അടുത്ത ഭാഗം വരുന്നത്. അടുത്ത ഘട്ടത്തിൽ ഒരേ ചെടിയിലെ 2 ജോഡി വിപരീത ഗുണങ്ങളുടെ പ്രേക്ഷണം അദ്ദേഹം നിരീക്ഷണ വിധേയമാക്കി. ഇത് വരുന്നത്, ഇതിൻ്റെ ആൻസർ എന്താ വരുന്നത്? നമുക്ക് കുറച്ച് നിയമങ്ങൾ പഠിക്കാനുണ്ട്. അതിൽ വരുന്നുണ്ട് എന്തുകൊണ്ട് ഒന്നാം തലമുറയിൽ ഇല്ലാത്ത ഗുണം രണ്ടാം തലമുറയിൽ പ്രത്യക്ഷപ്പെട്ടു. അത് നമ്മൾ നേരത്തെ പഠിച്ചു. അവിടെ ഗുപ്തഗുണം ഉണ്ടായിരുന്നു. ഈ ഗുപ്തഗുണം പ്രകടമായതാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഡൈ ഹൈബ്രിഡ് ക്രോസ് ആണ്. അതായത് നമ്മളിപ്പോൾ ആദ്യത്തെ ഘട്ടത്തിൽ നമ്മളെന്താണ്? ഒരു സ്വഭാവമാണ് പഠിച്ചത്. ഒരു സ്വഭാവത്തിൻ്റെ ക്രോസിംഗ് ആണ്. അതായത് ഉയരം കൂടുതൽ എന്ത് ചെയ്തു? അതിനെ ഉയരം കുറവുമായിട്ട് ക്രോസ് ചെയ്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്? 2 സ്വഭാവങ്ങളുള്ളവയെ
ക്രോസ് ചെയ്യാൻ പോവുകയാണ്. സസ്യത്തിൻ്റെ ഉയരവും വിത്തിൻ്റെ ആകൃതിയും. അപ്പോൾ ആ ചെടിക്ക് ഉയരം കൂടുതലുണ്ട് ആൻഡ് ആ വിത്ത് എന്താണ്, വിത്ത് നമുക്ക് നോക്കാം, ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഉരുണ്ട വിത്ത് വരുന്നതാണ്, ഉരുണ്ട വിത്ത് വരുന്നതാണ്. പിന്നെയോ ചുളുങ്ങിയ വിത്ത്, ചുളുങ്ങിയ വിത്ത്. അതായത് ഒരു ചെടിയുണ്ട്, ആ ചെടിക്ക് നല്ല ഉയരമുണ്ട്, അതുപോലെ തന്നെ അതിന് ഉരുണ്ട വിത്താണ് വരുന്നത്. മറ്റൊരു ചെടിയുണ്ട്, അതിന് ഉയരം കുറവാണ്, അതിൻ്റെ വിത്ത് ചുളുങ്ങിയ വിത്തുമാണ്. അപ്പോൾ ഇത് കണ്ടല്ലോ, ഇത് കണ്ടല്ലോ, ഇത് കണ്ടല്ലോ. അപ്പോൾ ഇവിടെ വരുന്ന ലിംഗകോശം എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ ടിയും ക്യാപിറ്റൽ ലെറ്റർ ആറുമാണ്. കാരണം ഇവിടെ അത് മാത്രമേ വരുന്നുള്ളൂ അല്ലേ. ഇവിടെ സ്മോൾ ലെറ്റർ ടിയും സ്മോൾ ലെറ്റർ ആറും. അപ്പോൾ രണ്ട് സ്വഭാവങ്ങൾ എന്ത് ചെയ്തു, ലിംഗകോശങ്ങളിലേക്ക് വന്നു. അതിന് ബീജകോശങ്ങൾ എന്നാണ് പറയുക. അപ്പോൾ ഉണ്ടാകുന്ന സസ്യം എന്തായിരിക്കും, ഉയരം കൂടിയത് പ്ലസ് എന്താണ്, ഉരുണ്ട വിത്ത്. അങ്ങനെ ഒരു സസ്യത്തിനെയാണ് നമുക്ക് കിട്ടിയത്. ഏകദേശം ഇതുപോലത്തെ ഒരു സസ്യത്തിനെയാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇങ്ങനത്തെ ഈ ടൈപ്പ്, ഇനി നമ്മൾ എടുക്കുന്നത് ഇതേ ടൈപ്പ് രണ്ട് സസ്യങ്ങൾ. പക്ഷേ ഇതേ ടൈപ്പാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് പൂർണ്ണമായും ആണെന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ എന്ത് ചെയ്യണം, അതിനെയും ഇതിനെയും കൂടി കമ്പയർ ചെയ്ത് നോക്കണം. അങ്ങനെ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ ടിയും ക്യാപിറ്റൽ ലെറ്റർ ആറുമാണുള്ളത്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഉയരം കൂടുതലും ഉരുണ്ട വിത്തും ആണെങ്കിൽ പോലും ഇവിടെ ഒളിഞ്ഞിരിക്കുന്ന രണ്ട് സ്വഭാവക്കാരുണ്ട്, ഗുപ്തഗുണം കാണിക്കുന്നുണ്ട്. ആ ഗുപ്തഗുണം എന്ത് ചെയ്തു, രണ്ടാമത്തെ നമ്മുടെ സസ്യത്തിൽ കാണാൻ പറ്റും, രണ്ടാം തലമുറയിൽ കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ക്രോസിങ് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ എന്ത് ചെയ്തു, ഇവിടെ F2 ആണ്, ഇത് മെയിലും ഇത് ഫീമെയിലും ആയിട്ട് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. നമ്മൾ ഇവരെ ക്രോസ് ചെയ്യാൻ പോവാണ്. TR വന്നു. നമ്മളിത് ഫില്ല് ചെയ്യാണ് കേട്ടോ. നമ്മൾ ഫില്ല് ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്ത് വരും, ഇവിടെ ഇതിൻ്റെ സ്വഭാവം വരും, ഇതിൻ്റെ സ്വഭാവം വരും. അപ്പോൾ T ക്യാപിറ്റൽ ലെറ്റർ ആർ സ്മോൾ ലെറ്റർ ആർ. ഇതെന്തായിരിക്കും, ഉയരം കൂടിയത് പ്ലസ് ഉരുണ്ട വിത്ത് തന്നെ ആയിരിക്കും അല്ലേ, ഉരുണ്ട വിത്ത്. ഇനി ഇവിടെ വരുമ്പോൾ ഇതും കൂടെ ക്രോസ് ചെയ്യുന്ന സമയത്ത് ക്യാപിറ്റൽ ലെറ്റർ ടി സ്മോൾ ലെറ്റർ ടി ക്യാപിറ്റൽ ലെറ്റർ ആർ ക്യാപിറ്റൽ ലെറ്റർ ആർ. ഇതോ ഉയരം കൂടിയത് ആണ്. ഉയരം കൂടിയതിൻ്റെ ഒപ്പം ഉരുണ്ട വിത്ത് വരും. ഇനി ഇവിടെയോ, ഇവിടെ നോക്കുമ്പോൾ ഇതും കൂടിയാണ് ക്രോസ് ചെയ്യുന്നത്. ക്യാപിറ്റൽ ലെറ്റർ ടി സ്മോൾ ലെറ്റർ ടി ക്യാപിറ്റൽ ലെറ്റർ ആർ സ്മോൾ ലെറ്റർ ആർ. ഉയരം കൂടിയത് ഉരുണ്ട വിത്ത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അടുത്ത ക്രോസിംഗ് ആണ്. ക്യാപിറ്റൽ ലെറ്റർ ടി ക്യാപിറ്റൽ ലെറ്റർ ആർ സ്മോൾ ലെറ്റർ ആർ. ഉയരം കൂടിയത് ഉരുണ്ട വിത്ത്. ഇനി ഇവിടെ ഇതും കൂടിയാണ്. ക്യാപിറ്റൽ ലെറ്റർ ടി സ്മോൾ ലെറ്റർ ആർ. ഉയരം കൂടിയത് ചുളുങ്ങിയ വിത്ത്. കാരണം എന്താണ്, ഇവിടെ ഒരു ക്യാപിറ്റൽ ലെറ്റർ ആർ ഇല്ല. ഇനി നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ക്യാപിറ്റൽ ലെറ്റർ ടി സ്മോൾ ലെറ്റർ ടി ക്യാപിറ്റൽ ലെറ്റർ ആർ സ്മോൾ ലെറ്റർ ആർ. ഉയരം കൂടിയത് ഉരുണ്ട വിത്ത്. ഇനി ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ ടി സ്മോൾ ലെറ്റർ ടി സ്മോൾ ലെറ്റർ ആർ. ഉയരം കൂടിയത് ചുളുങ്ങിയ വിത്ത്. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ. ഇനി ഇവിടെ ഇതുമാണ് ക്രോസ് ചെയ്യുന്നത്. ക്യാപിറ്റൽ ലെറ്റർ ടി സ്മോൾ ലെറ്റർ ടി ക്യാപിറ്റൽ ലെറ്റർ ആർ. ഉയരം കൂടിയത് ഉരുണ്ട വിത്ത്. ഇവിടെ ഇനി ഇതും കൂടിയാണ് ക്രോസ് ചെയ്യുന്നത്. ക്യാപിറ്റൽ ലെറ്റർ ടി സ്മോൾ ലെറ്റർ ടി ക്യാപിറ്റൽ ലെറ്റർ ആർ സ്മോൾ ലെറ്റർ ആർ. ഉയരം കൂടിയത് ഉരുണ്ട വിത്ത്. ഇനി നമ്മൾ ഇതും കൂടിയാണ്. സ്മോൾ ലെറ്റർ ടി ക്യാപിറ്റൽ ലെറ്റർ ആർ. ഇവിടെ ഒരു പുതിയ സ്വഭാവമാണ് വരാൻ പോണത്. ആ സ്വഭാവം ഏതാണ്? അതായത് ഉയരം കുറഞ്ഞത് ഉരുണ്ട വിത്ത്.
വിത്ത്. ഇനി നമ്മൾ അടുത്തതാണ് നോക്കാൻ പോകുന്നത്. ഇവിടെ ഇതും കൂടിയാണ് ക്രോസ് ചെയ്യുന്നത്. സ്മോൾ ലെറ്റർ ടി, ക്യാപിറ്റൽ ലെറ്റർ ആർ, സ്മോൾ ലെറ്റർ ആർ. ഉയരം കുറഞ്ഞത് പ്ലസ് ഉരുണ്ട വിത്ത്. ഇനി അടുത്തത് വരുന്നത് എന്താണ്? ക്യാപിറ്റൽ ലെറ്റർ ടി, സ്മോൾ ലെറ്റർ ടി, ക്യാപിറ്റൽ ലെറ്റർ ആർ, സ്മോൾ ലെറ്റർ ആർ. ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ ടി ഉണ്ട്, ക്യാപിറ്റൽ ലെറ്റർ ആറും ഉണ്ട്. ഉയരം കൂടിയത് പ്ലസ് ഉരുണ്ട വിത്ത്. ഇനി അടുത്തത് ക്യാപിറ്റൽ ലെറ്റർ ടി, സ്മോൾ ലെറ്റർ ടി, സ്മോൾ ലെറ്റർ ആർ, സ്മോൾ ലെറ്റർ ആർ. ഉയരം കൂടിയത് ചുളുങ്ങിയ വിത്ത്. ഇത് തന്നെയാണ് സെയിം ഇവിടെയും വരുന്നത് കേട്ടോ. അത് നമ്മൾ എഴുതിയപ്പോൾ ഒന്ന് എഴുതാം. ഉയരം കൂടിയത് ചുളുങ്ങിയ വിത്ത്. നമ്മൾ അടുത്തത് എഴുതുമ്പോൾ ഇതും കൂടിയാണ് ക്രോസ് ചെയ്യുന്നത്. സ്മോൾ ലെറ്റർ ടി, ക്യാപിറ്റൽ ലെറ്റർ ആർ, സ്മോൾ ലെറ്റർ ആർ. ഉയരം കുറഞ്ഞത് ഉരുണ്ട വിത്ത്. ഉയരം കുറഞ്ഞത് ഉരുണ്ട വിത്ത്. ഇനി അടുത്തത് ഏതാണ്? ഇതും സ്മോൾ ലെറ്റർ ടി, സ്മോൾ ലെറ്റർ ആർ, സ്മോൾ ലെറ്റർ ആർ. ഉയരം കുറഞ്ഞത് ചുളുങ്ങിയ വിത്ത്. അപ്പോൾ നമുക്കിവിടെ എന്തൊക്കെ സ്വഭാവം കിട്ടി? നമുക്ക് കിട്ടിയ സ്വഭാവങ്ങൾ ഏതൊക്കെയാണെന്ന് എഴുതി വെക്കാം. നമുക്ക് കിട്ടിയ സ്വഭാവങ്ങൾ ഉയരം കൂടിയത് പ്ലസ് ഉരുണ്ട വിത്ത്. ഇതാണ് നമുക്ക് 1 കിട്ടിയത്. 2, ഉയരം കൂടിയത് ചുളുങ്ങിയ വിത്ത്. ഉയരം കൂടിയത് പ്ലസ് ചുളുങ്ങിയ വിത്ത്. ഇനി കിട്ടിയത് എന്താണ്? ഉയരം കൂടിയത് ഉരുണ്ട വിത്ത്. ഉയരം കൂടിയത് പ്ലസ് ചുളുങ്ങിയ വിത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഉയരം കുറഞ്ഞത് ഉരുണ്ട വിത്ത്. നാലാമത് കിട്ടിയത് ഉയരം കുറഞ്ഞത് പ്ലസ് ചുളുങ്ങിയ വിത്ത്. ഇതെല്ലാം എത്ര എണ്ണം വീതം കിട്ടിയെന്ന് എഴുതാം. നമുക്ക് ആദ്യത്തത് എത്ര എണ്ണം വീതം കിട്ടിയത്? ആദ്യത്തത് നമുക്ക് കിട്ടിയത്, അതായത് ഉയരം കൂടിയത് ചുളുങ്ങിയ വിത്ത്. ഇത് എത്ര എണ്ണം ഉണ്ടായിരുന്നു? 1 2 3 1 2 3 4 5 6 7 8 9 എണ്ണം. 9 എണ്ണം ഉണ്ടായിരുന്നു. ഇനി ഉയരം കൂടിയത് ചുളുങ്ങിയ വിത്തോ നമുക്ക് കിട്ടിയത്, ഇവിടെ ഒരു ചുളുങ്ങിയത് ഉണ്ടായിരുന്നു. ഇവിടെ നമ്മൾ കളറ് മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആ കളർ ഏതാണെന്നൊന്ന് കൊടുക്കാം. ഒരു ഉയരം കൂടിയത് ചുളുങ്ങിയ വിത്തുണ്ട്. അപ്പോൾ അങ്ങനെ എത്ര എണ്ണം കിട്ടി? 3 എണ്ണം കിട്ടി. ഇനി ഉയരം കുറഞ്ഞ ചുളുങ്ങിയ വിത്തോ? ഉയരം കുറഞ്ഞത് ചുളുങ്ങിയ വിത്ത് നമുക്ക് 3 എണ്ണം കിട്ടിയിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ നമ്മൾ ഏതായിരുന്നു? ഗ്രീനാണ് കൊടുത്തത്. ഉയരം കുറഞ്ഞത് ചുളുങ്ങിയ വിത്ത് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി സ്മോൾ ലെറ്റർ ടി, നമ്മൾ ഏതോ ഒന്നിൽ കളറ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഉയരം കുറഞ്ഞത് ചുളുങ്ങിയ വിത്ത് അല്ലേ? കുറഞ്ഞത് ചുളുങ്ങിയ വിത്ത്. ഇത് തെറ്റിപ്പോയിട്ടുണ്ടോ? ഉയരം കുറഞ്ഞത് ചുളുങ്ങിയ വിത്ത്. വരും. എൻ്റെ ഇവിടെ 2 വന്നു. എന്നാലും ഇവിടെ 3 വരേണ്ടത്. ഇവിടെ 3 വരണം, ഇവിടെ 1 എണ്ണം വരണം. അപ്പോൾ മൊത്തം ബോക്സ് കിട്ടേണ്ടതാണ്. നമ്മളെവിടെയാണ് നമുക്ക് മിസ്റ്റേക്ക് പറ്റിയതെന്ന് നോക്കാം. ടി ആർ ഇവിടെ ശരിയാണ്. ഇത് ടി ആർ ശരിയാണ്. ടി ആർ ഇതും ശരിയാണ്. ഇവിടെ ശരിയാണ്.
ഇവിടെയും ശരിയാണ്, ഇവിടെയും ശരിയാണ്. ഉയരം കുറഞ്ഞത് 3 വരേണ്ടത്. ഇവിടെ വരുന്നത് ഉയരം കുറഞ്ഞത് ചുളുങ്ങിയ വിത്ത് ഒരെണ്ണം വന്നു. 9 3 12 3 15 1 16. അങ്ങനെ നമുക്ക് 14 ബോക്സുകളാണ് ഉള്ളത്. അതാ ഉയരം കുറഞ്ഞത് ഉരുണ്ട വിത്ത് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അതായത് ഇവിടെ 1 2 3 കളറ് മാറ്റി കൊടുത്തപ്പോൾ മനസ്സിലാവാഞ്ഞതാണ് ഞാനത് നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ നമ്മളിത് ക്ലിയർ ആയിട്ടുണ്ട്. നമുക്ക് 9:3:3:1 എന്നുള്ള അനുപാതത്തിൽ ഉയരം കൂടിയ ഉരുണ്ട വിത്ത്, ഉയരം കൂടിയ ചുളുങ്ങിയ വിത്ത്, ഉയരം കൂടിയ ചുളുങ്ങിയ വിത്ത്, ഉയരം കുറഞ്ഞ ചുളുങ്ങിയ വിത്ത്, അങ്ങനെയുള്ള അനുപാതത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു സോ മച്ച്.